പ്രിയപ്പെട്ടവരെ, ഒരു കുട്ടിയുടെ ജീവിതത്തെ, അവൻ്റെ ജീവിത ദർശനത്തെ സമൂലം സ്വാധീനിച്ച ഒരു പിതാവിൻ്റെ ജീവിത കഥ നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കട്ടെ. അവൻ്റെ അമ്മ ഒരു സാധാരണ വീട്ടമ്മയായിരുന്നു. വീട്ടമ്മമാർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷത്തിൽ കാണാത്ത ഒത്തിരി ജോലികളുണ്ട്. ഈ വീട്ടമ്മ പകൽ മുഴുവനും ജോലി ചെയ്ത് വളരെയധികം ക്ഷീണിച്ചാണ് രാത്രിയിൽ ഭർത്താവിന് വേണ്ടി അത്താഴമുണ്ടാക്കുവാൻ തുടങ്ങിയത്. ആ ക്ഷീണത്തിൻ്റെ കൂടുതൽ കൊണ്ട് അവർ വിചാരിച്ചു ഇന്ന് എളുപ്പത്തിന് വേണ്ടി റൊട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. റൊട്ടി പൊരിക്കാം. ക്ഷീണത്തിൻ്റെ കൂടുതൽ കൊണ്ട് റൊട്ടി പൊരിച്ചപ്പോൾ അത് കരിഞ്ഞുപോയി. ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ക്ഷീണിച്ച് അവശനായ ഭർത്താവിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് ഈ കരിഞ്ഞ റൊട്ടി അത്താഴത്തിന് വിളമ്പുക എന്ന വലിയൊരു ആശങ്കയോടെയാണ് ഭാര്യ ഇത് ഭർത്താവിൻ്റെ മുമ്പിൽ വിളമ്പി വെച്ചത്. നമുക്കറിയാം, ഇത് ഒരു കുടുംബത്തിൽ വലിയൊരു കോലാഹലമുണ്ടാക്കുവാനുള്ള ഒരു കാര്യമാണ്. ഒരു 3-4 പ്രതികരണങ്ങൾ ഇതിനുണ്ടാകാം. ആദ്യത്തേത്, ഭർത്താവ് ക്ഷീണിച്ച് അവശനായിട്ടാണ് വരുന്നത്. ഒത്തിരി ആഗ്രഹത്തോടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു. അയാൾ കാണുന്നത് കരിഞ്ഞ റൊട്ടിയാണ്. ഉടനെ അയാൾക്ക് ദേഷ്യം വരും. അയാൾ ഭാര്യയോട് ചോദിക്കും, നിനക്കറിയാൻ പാടില്ല ഞാൻ ഇത്രയും വിഷമിച്ചാണ് വരുന്നത്. ആകപ്പാടെ ഒരു ദിവസം ശരിക്ക് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നത് അത്താഴമാണ്. ഇത് ഇങ്ങനെ അശ്രദ്ധമായിട്ട് നീ ഉണ്ടാക്കിയത് നിനക്കെന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടാണ് എന്ന് പറയും. ഉടനെ ഭാര്യയും വിട്ടുകൊടുക്കുകയില്ല. ഭാര്യ പറയും, നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിച്ചാൽ മതി. അങ്ങനെ അവരുടെ ഈ വാക്ക് തർക്കം അങ്ങ് മൂത്ത് മിക്കവാറും ഇതൊരു വിവാഹമോചനത്തിന് എത്തുവാനുള്ള സർവ്വ സാധ്യതയുമുണ്ട്. ഇന്നത്തെ കാലത്ത് ചെറിയ കാര്യം മതി ഒരു വിവാഹമോചനത്തിലേക്ക് എത്തുവാൻ. രണ്ടാമത്തെ ഒരു സാധ്യത, ഭർത്താവ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് ഫ്ലൈയിങ് സോസറുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ്. ഈ കരിഞ്ഞ റൊട്ടി ഇരിക്കുന്ന ഈ സോസർ എടുത്ത് ഒറ്റയേറ് കൊടുക്കും. മൂന്നാമത്തെ ഒരു പ്രതികരണം, ഭർത്താവ് ദേഷ്യത്തോടെ ഇരിക്കും, കരിഞ്ഞ റൊട്ടി കാണുന്നു, കഴിക്കാൻ പറ്റുന്നില്ല, തൻ്റെ പ്രതിഷേധം അറിയിക്കുവാൻ അത് കഴിക്കാതെ എഴുന്നേറ്റ് പോവുകയാണ്. എന്നാൽ നാലാമത്തെ ഒരു പ്രതികരണമുണ്ട്. അത് ജീവിത പങ്കാളിയുടെ വിഷമം മനസ്സിലാക്കുന്ന, അവസ്ഥ മനസ്സിലാക്കുന്ന സ്നേഹനിധിയായ ഒരു ഭർത്താവിൻ്റെ പ്രതികരണമാണ്. ഈ കുട്ടിയുടെ പിതാവ് അങ്ങനെയുള്ള ഒരു പിതാവായിരുന്നു. തൻ്റെ ഭാര്യ പകൽ മുഴുവനും അധ്വാനിച്ച് ക്ഷീണിച്ചത് കൊണ്ടാണ്, മനഃപൂർവ്വമല്ല ഇപ്രകാരം സംഭവിച്ചത് എന്ന് അയാൾക്ക് അറിയാം. അതുകൊണ്ട് ഭാര്യയ്ക്ക് ഒരു തരത്തിലും വിഷമമുണ്ടാക്കരുത് എന്ന് അയാൾ ചിന്തിച്ചു. അപ്പോൾ ഭാര്യയ്ക്ക് വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടി ഇയാളൊരു സൂത്രം കണ്ടുപിടിച്ചു. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന മോനെ അടുത്ത് വിളിച്ചു. അവനോടിങ്ങനെ വിശേഷങ്ങൾ ചോദിച്ചു. അധ്യാപകരെക്കുറിച്ച്, അന്ന് പഠിപ്പിച്ച പാഠങ്ങളെക്കുറിച്ചൊക്കെ വിശേഷങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നതിനിടയിൽ ഇയാൾ ഈ കരിഞ്ഞ റൊട്ടി ഭാര്യയൊന്നും കാണാതെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വളരെ ആസ്വദിച്ച് കഴിച്ചു തീർത്തു. ഈ കുട്ടി പറയുകയാണ്, അപ്പൻ ചോദിച്ച ചോദ്യങ്ങളൊന്നും എനിക്ക് ശ്രദ്ധിക്കാൻ സാധിച്ചില്ല. ഞാൻ ഈ കരിഞ്ഞ റൊട്ടിയിലായിരുന്നു എൻ്റെ ശ്രദ്ധ മുഴുവനും. അപ്പോൾ ഈ സ്നേഹപൂർവമായ ഭർത്താവിൻ്റെ ഈ പ്രതികരണം നിശ്ചയമായും ഭാര്യയെ സ്വാധീനിച്ചു. അത്താഴം കഴിഞ്ഞപ്പോൾ ഭാര്യ ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറഞ്ഞു, ക്ഷമിക്കണം, എൻ്റെ അശ്രദ്ധ കൊണ്ടാണിത് സംഭവിച്ചത് എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പറഞ്ഞു, സാരമില്ല, ഈ ഒറ്റ വാക്ക് മതി, ജീവിതത്തിൽ പല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഏത് വാക്ക്? സാരമില്ല എന്ന് പറഞ്ഞാൽ കുടുംബജീവിതത്തിലെ പല പ്രശ്നങ്ങളും, ഓഫീസിലെ പല പ്രശ്നങ്ങളും പരിഹരിക്കുവാനായിട്ട് സാധിക്കും. നമ്മൾ പറയുകയല്ല, നമ്മളിങ്ങനെ ബലം പിടിച്ചിരിക്കും. ഇയാൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, അല്പം കൂടെ മുന്നോട്ട് പോയി പറഞ്ഞു,
എനിക്ക് കരിഞ്ഞ റൊട്ടി വളരെ ഇഷ്ടമാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്ക് കരിഞ്ഞ റൊട്ടി വളരെ ഇഷ്ടമാണ്. ഈ വാക്കുകൾ അടുത്ത മുറിയിലിരുന്ന് പഠിക്കുന്ന, ഗൃഹപാഠം ചെയ്യുന്ന മകൻ കേൾക്കുകയാണ്, കുട്ടി കേൾക്കുകയാണ്. അവനിതൊരു അത്ഭുതമായി. പിതാവ് സ്വസ്ഥമായി വിശ്രമിക്കുന്ന സമയത്ത് രാത്രിയിൽ തന്നെ അവൻ അപ്പൻ്റെ അടുത്ത് ചെന്ന് അപ്പൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് ചെവിയിൽ വളരെ രഹസ്യമായി അമ്മ കേൾക്കാതെ ഇവൻ ചോദിച്ചു, അപ്പാ, ഇപ്പം പറഞ്ഞത് ശരിക്കും സത്യമാണോ? കരിഞ്ഞ റൊട്ടി അപ്പൻ അത്രയും ഇഷ്ടമാണോ? ഉടനെ അപ്പൻ മകനോട് പറഞ്ഞു, മോനെ, കരിഞ്ഞ റൊട്ടി ആരെയും വേദനിപ്പിക്കുന്നില്ല. പ്രൈസ് ദി ലോർഡ്. കരിഞ്ഞ റൊട്ടി ആരെയും വേദനിപ്പിക്കുന്നില്ല. പരുഷമായ വാക്കുകളാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ പിതാവിൻ്റെ ഈ സ്നേഹപൂർവമായ ഉന്നതമായ ഈ ജീവിത മാതൃക ഈ കുട്ടിയുടെ ജീവിതത്തിന് വലിയൊരു അടിത്തറയായി തീർന്നു. അവന് ഒരു സ്നേഹത്തിൻ്റെ വ്യക്തിയായി മാറി, ആത്മവിശ്വാസമുണ്ടായി. ആ ഗ്രാമത്തിൽ നിന്ന് അവൻ പഠിച്ചുയർന്നു, ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായി അവൻ മാറി. പിൽക്കാലത്ത് ഇന്ത്യയുടെ രാഷ്ട്രപതിയായി അദ്ദേഹം മാറി. പ്രൈസ് ദി ലോർഡ്. ഈയിടെ അന്തരിച്ച APJ അബ്ദുൽ കലാമിൻ്റെ ജീവചരിത്രത്തിലെ ഒരു സംഭവമാണ്, അദ്ദേഹം തന്നെ ഓർത്തെടുത്ത ഒരു സംഭവമാണിത്. പ്രിയപ്പെട്ടവരെ, ഇന്ന് കുട്ടികൾ വഴിതെറ്റുന്നുണ്ട് എങ്കിൽ അവർക്ക് അറിവിൻ്റെ കുറവ് കൊണ്ടല്ല, ഇഷ്ടം പോലെ അവർക്ക് അറിവ് കിട്ടുന്നുണ്ട്. മാതാപിതാക്കൾ അവർക്ക് നല്ല മാതൃക നൽകുവാൻ പരാജയപ്പെടുന്നത് കൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും വഴിതെറ്റുന്നത്. അതുപോലെ തന്നെ പരാജയപ്പെട്ടവന് ജീവിതത്തിൽ പരാജയത്തിൻ്റെ വേദനയും കയ്പുനീരും കുടിക്കുന്നവന് അവൻ്റെ മുമ്പിൽ നമ്മൾ ഉയർത്തിക്കാട്ടേണ്ടത് സ്നേഹത്തിൻ്റെ സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, സ്നേഹത്തിൻ്റെ പ്രവൃത്തി കൊണ്ട് പരാജിതനെ വിജയത്തിലേക്ക് ആനയിക്കുവാനായിട്ട് നമുക്ക് നിശ്ചയമായും സാധിക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ജീവിതത്തിൽ തകർന്നവനെ നേടിയെടുക്കുവാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം അവൻ്റെ മേൽ സ്നേഹത്തിൻ്റെ മഴ പെയ്യിക്കുക എന്നുള്ളതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശു തന്നെയും ഇതിന് വളരെ ഉദാത്തമായ മാതൃക നമുക്ക് നൽകുന്നുണ്ട്. ലോകത്തിൻ്റെ ദൃഷ്ടിയിൽ തികച്ചും 100% നിരാശാജനകമായ ഒരു അനുഭവം യേശുവിനുണ്ടായി. തൻ്റെ ദൗത്യം പൂർണ്ണമായും പരാജയപ്പെട്ടു എന്ന് തോന്നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. താൻ വളരെ പ്രതീക്ഷയോടെ തിരഞ്ഞെടുത്ത് തൻ്റെ ദൗത്യം തുടർന്നു പോകേണ്ട 12 അപ്പസ്തോലന്മാർ യേശുവിനെ ഉപേക്ഷിച്ചു പോകുകയാണ്. കുരിശുമരണത്തിന് ശേഷം യേശുവിനുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ മീൻ പിടിക്കാൻ പോവുകയാണ്. അവർ രാത്രി മുഴുവനും ഈ കടലിൽ അധ്വാനിക്കുമ്പോൾ തന്നെ ഉപേക്ഷിച്ചു പോയ ആ ശിഷ്യന്മാരുടെ പിന്നാലെ യേശു കടന്നു ചെല്ലുകയാണ് സ്നേഹത്തിൻ്റെ സുവിശേഷവുമായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, യേശു കടൽ തീരത്ത് വന്നു നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നീ ദൈവത്തെ ഉപേക്ഷിച്ച്, യേശുവിനെ ഉപേക്ഷിച്ച് നീ ജീവിക്കുമ്പോഴും നിന്റെ ജീവിതമാകുന്ന കടൽ തീരത്ത് നിന്നെ കാത്ത് ജീവിക്കുന്നവനായ കർത്താവ് എപ്പോഴും കാത്തു നിൽപ്പുണ്ട് എന്ന കാര്യം ഒരിക്കലും മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. യേശു അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രായമുള്ള വ്യക്തികളെയാണ് വിളിക്കുന്നത്. കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുവാനുള്ള കാരണം ആ സ്നേഹത്തിൻ്റെ സമൃദ്ധി
യേശു അവർക്ക് വിളമ്പിക്കൊടുക്കുകയാണ്. കുറ്റപ്പെടുത്തുന്ന പരുഷമായ ഒരു വാക്ക് പോലും യേശു പറയുന്നില്ല. യേശു ചോദിക്കുന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ പക്കൽ വല്ലതുമുണ്ടോ? ഒരു പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. യേശു പറഞ്ഞ, വള്ളത്തിൻ്റെ വലതുഭാഗത്ത് വല ഇറക്കുക. അവർ ചെയ്യുന്നത് തെറ്റായൊരു പ്രവൃത്തിയാണ്. എങ്കിൽ പോലും ആ പ്രവൃത്തിയിലെ വിജയം നേടണമെന്ന് യേശു ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കുവാൻ വേണ്ടി അവർ ചെയ്യുന്ന ആ പ്രവൃത്തി അത് തെറ്റായ പ്രവൃത്തിയാണെങ്കിലും വിജയം നേടിക്കൊടുക്കുവാനായിട്ട് വള്ളത്തിൻ്റെ വലതുവശത്തേക്ക് വല എറിയുവാനായിട്ട് പറയുന്നു. വലയെറിഞ്ഞപ്പോൾ വലിച്ചു കയറ്റുവാൻ പറ്റാത്ത അത്രയും മത്സ്യങ്ങൾ വലയിലേക്ക് വന്ന് കയറുകയാണ്. ഈ സംഭവം കണ്ടപ്പോൾ ശിഷ്യന്മാരിൽ ഒരാൾ തിരിച്ചറിഞ്ഞു. നേരത്തെ വിശുദ്ധ ഗ്രന്ഥം പറയുന്നുണ്ട്, ഈ കടൽ തീരത്ത് വന്ന് നിന്നത് യേശുവാണെന്ന് അവർക്കറിഞ്ഞില്ല. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ശിഷ്യൻ ഒരാൾ പറയുകയാണ്, അത് കർത്താവാണെന്ന് പറയുവാനുള്ള കാരണം ഈ അത്ഭുതം കണ്ടതുകൊണ്ട് മാത്രമല്ല, യേശുവിന് മാത്രമേ ഈ രീതിയിൽ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തന്നെ ഉപേക്ഷിച്ചു പോയ, തൻ്റെ ദൗത്യം പൂർണ്ണമായിട്ടും തിരസ്കരിച്ച ഈ ശിഷ്യന്മാരെ സ്നേഹത്തോടെ കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുവാൻ തൻ്റെ ഗുരുവിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ആ ശിഷ്യൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞത് അത് കർത്താവാണ് എന്ന്. അവർ കരയിലേക്ക് വന്നപ്പോൾ കണ്ടത് അത്ഭുതകരമായൊരു കാഴ്ചയാണ്. യേശു അവർക്ക് വേണ്ടി തീ കൂട്ടിയിരുന്നു. രാത്രി മുഴുവനും തണുത്ത് വിറച്ച് അധ്വാനിച്ചവർക്ക് ചൂട് കിട്ടുവാൻ വേണ്ടി തീ കൂട്ടിയിരിക്കുന്ന യേശു അവർക്ക് അപ്പവും മീനും ഒരുക്കിയിരിക്കുന്നു. വന്ന് കഴിക്കുക എന്ന് പറയുകയാണ്. അതിനു മുമ്പ് നമ്മളാണെ പറയുന്ന, എന്നെ ഉപേക്ഷിച്ചു പോയതല്ലേ, വന്ന് കഴിച്ചോ, അങ്ങനെ ഒരു കുറ്റപ്പെടുത്തിക്കൊണ്ടോ അവജ്ഞയോടുകൂടെയുള്ള ഒരു വർത്തമാനമല്ല. യേശു അവരോട് പറയുകയാണ്, നിങ്ങളുടെയും ഒരു ഷെയർ കൊണ്ടുവരിക. നിങ്ങളിപ്പോൾ പിടിച്ച മീനിൻ്റെ ഒരു ഭാഗം കൊണ്ടുവരിക. യേശു അവരെ കാണുന്നത് താഴ്ന്ന രീതിയിലല്ല, ഒരേ രീതിയിലെ സ്നേഹിതന്മാരെ പോലെ ഈ അവസ്ഥയിലും അവരെ കാണുവാനായിട്ട് യേശുവിന് സാധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ തൻ്റെ വാക്കുകൊണ്ട് കുഞ്ഞുങ്ങളെ എന്ന തൻ്റെ സ്നേഹപൂർവമായ വിളി കൊണ്ട് തൻ്റെ പ്രവൃത്തി കൊണ്ട് സ്നേഹത്തിൻ്റെ ഒരു വലിയ സദ്യ ആ പ്രഭാതത്തിൽ തൻ്റെ ശിഷ്യന്മാരുടെ മുമ്പിൽ യേശു വിളമ്പുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇത് അവരുടെ ജീവിതത്തെ സമൂലം രൂപാന്തരപ്പെടുത്തി. അവർ യേശുവിൻ്റെ പിന്നാലെ മാത്രമേ പിന്നെ പോയുള്ളൂ. സുവിശേഷത്തിൽ പിന്നെ ഒരിക്കലും നമ്മൾ കാണുന്നില്ല അവർ മീൻ പിടിക്കാൻ പോയതായിട്ട്. അവർ നേരെ സഖിയോൻ ഊട്ടുശാലയിലേക്ക് പോയി. യേശുവിൻ്റെ വാഗ്ദാനത്തെ സ്വീകരിച്ച് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും അവർ പോയി. അവരിൽ ഭൂരിഭാഗം പേരും ഈ സ്നേഹത്തിന് പ്രതിസ്നേഹം നൽകി തങ്ങളുടെ ജീവൻ ഈ സ്നേഹത്തിൻ്റെ ഗുരുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് ജീവത്യാഗം ചെയ്യുന്ന രീതിയിൽ ജീവിതം രൂപാന്തരപ്പെട്ടവരായി ഈ ശിഷ്യന്മാര് മാറി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാവുന്ന ഒരു മാതൃക ഇത് തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ ഓഫീസിൽ, സന്യാസ സമൂഹത്തിൽ ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം വിളമ്പുമ്പോൾ, ഈ സ്നേഹത്തിൻ്റെ സുവിശേഷം നൽകുമ്പോൾ, സ്നേഹത്തിൻ്റെ പ്രവാചകരായി നമ്മൾ മാറുമ്പോൾ യേശുവിൻ്റെ പക്കലേക്ക് നമ്മുടെ കൂടെയുള്ളവരെ, കുഞ്ഞുങ്ങളെ, ജീവിത പങ്കാളിയെ, സഹപ്രവർത്തകരെ ആനയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. നമുക്കതിനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഒത്തിരി കുറവുകളുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് ദൈവത്തിൻ്റെ കൃപ ഈ രാത്രിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പറന്നിറങ്ങുവാൻ വേണ്ടി നമുക്ക് വലിയ സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളെ അടച്ച് കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിച്ചറിയാം. കാത്തു നിൽക്കുന്ന യേശു നിനക്ക് വേണ്ടി നിൻ്റെ ജീവിതത്തിൽ അവിടുന്ന് കാത്തു നിൽക്കുന്നു. നിൻ്റെ ജീവിതമാകുന്ന കടൽ തീരത്ത് കാത്തു നിൽക്കുന്നു.
നീ അധ്വാനിക്കുന്നത് അവിടുന്ന് കാണുന്നുണ്ട്. ഉപേക്ഷിച്ചു പോയത് അവിടുന്ന് അറിയുന്നുണ്ട്. നിൻ്റെ എല്ലാ കുറവുകളെയും നിൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും അറിഞ്ഞുകൊണ്ട് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന സ്നേഹത്തിൻ്റെ പൂർണ്ണതയായ കർത്താവിൻ്റെ പക്കലേക്ക് നിൻ്റെ കണ്ണുകളെ ഉയർത്താം. ജീവിതത്തിലെ സകല പ്രതിസന്ധികളെയും സമർപ്പിക്കാം. രാത്രി മുഴുവൻ അധ്വാനിച്ചു, ജീവിതം മുഴുവൻ അധ്വാനിച്ചു. കർത്താവെ, എനിക്കൊന്നും നേടുവാൻ സാധിച്ചിട്ടില്ല, എൻ്റെ മനസ്സിലൊരു സന്തോഷമില്ല, എനിക്ക് കർത്താവെ ഒരു സംതൃപ്തി ലഭിച്ചിട്ടില്ല. കർത്താവെ, അവിടുന്ന് ഈ രാത്രിയിൽ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് എന്നെ അനുഗ്രഹിക്കണമേ. ഒരു സ്നേഹത്തിൻ്റെ സമൃദ്ധി നൽകി അനുഗ്രഹിക്കണമേ. അങ്ങയുടെ വാക്കുകൊണ്ട്, അങ്ങയുടെ പ്രവൃത്തി കൊണ്ട്, സ്നേഹത്തിൻ്റെ സദ്യ വിളമ്പിക്കൊണ്ട് എൻ്റെ ജീവിതത്തെയും രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ, ജീവിത പങ്കാളിയെ, കുഞ്ഞുങ്ങളെ, കുടുംബത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സ്നേഹത്തോടെ ഉയർത്തിക്കൊണ്ട് ഇരുകരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സജീവമായ സാന്നിധ്യത്തെ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ കാത്തിരിക്കുന്ന കർത്താവിനെ കണ്ടുകൊണ്ട് പൂർണ്ണ ശബ്ദത്തോടെ ശബ്ദമുയർത്തി മനസ്സുയർത്തി കർത്താവിനെ ആരാധിക്കാം. ഈ രാത്രിയിൽ ദൈവം നിന്നെ സ്പർശിക്കും, നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹിക്കാതെ അവിടുന്ന് കടന്നു പോവുകയില്ല. നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയാണ് ഈ രാത്രിയിൽ അവിടുന്ന് നിന്റെ അടുത്തേക്ക് കടന്നു വന്നിരിക്കുന്നത്. കർത്താവിനെ കണ്ടുകൊണ്ട് ആരാധിക്കുക, മനസ്സ് തുറന്ന് ആരാധിക്കുക, നിന്റെ എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക, എല്ലാ ബന്ധനങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് ആരാധിക്കുക. ഭാഷാവരമുള്ളവർ ഭാഷാവർത്തി സ്തുതിക്കട്ടെ, സ്വതന്ത്രമായി ശബ്ദം ഉയർത്തി സ്തുതിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രാത്രിയിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഞങ്ങളുടെ സന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും മകളെയും അവിടുന്ന് കാണണമേ. ഇവരുടെ കുടുംബ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഇവരുടെ പ്രതിസന്ധികളിലേക്ക്, വേദനകളിലേക്ക്, പരാജയത്തിന്റെ അനുഭവങ്ങളിലേക്ക് കടന്നു വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അധ്വാനിക്കുന്നവരോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളികളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. പരീക്ഷയ്ക്കായി ഒരുങ്ങുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ഉന്നത വിജയം നൽകുവാനായിട്ട് തിരുമനസ്സാകണമേ. അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങൾ നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവശക്തമായ കരങ്ങൾ നീട്ടണമേ. രോഗികൾക്ക് സൗഖ്യം നൽകണമേ. സാമ്പത്തികമായ പ്രതിസന്ധിയിലായിരിക്കുന്നവരെ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവേ, കണ്ണുകളടച്ച് ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. പിതാവിന്റെ സ്നേഹത്തെ ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ജീവിതത്തിലെ സകല കയ്പ് നീരും മധുരമാക്കി മാറ്റുന്ന മാറായിലെ കയ്പ് നിറഞ്ഞ വെള്ളത്തെ മധുരമാക്കി മാറ്റിയ കർത്താവ് നിന്റെ മുമ്പിൽ നിൽക്കുന്നു. ആ സ്നേഹത്തിൽ എന്നെയും മുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടെ ആവർത്തിച്ചു പാടാം. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. ആബാ പിതാവേ, ആബാ പിതാവേ, ആബാ പിതാവേ, പിതാവേ. പരിശുദ്ധ അമ്മയോടൊരു നിമിഷം പ്രാർത്ഥിക്കാം. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പരാജയങ്ങളിലേക്ക്, കയ്പുനീരിൻ്റെ അനുഭവങ്ങളിലേക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ സമൃദ്ധി
അനുഭവിച്ചറിയാൻ പറ്റുന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തെ ഉയർത്തുവാനായിട്ട് ഈ രാത്രിയിൽ അമ്മയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും ഓർക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. വിശുദ്ധ യോസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സ്വർഗീയ വിശുദ്ധന്മാരെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ വലത് കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ വീശി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ശാന്തമായി ഇരിക്കുക.